ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 19 ഡേ 18. അപ്പോൾ രാവിലെ തന്നെ സമരം വിളിയിലാണ് നമ്മുടെ എപ്പിസോഡിൽ കാര്യങ്ങൾ തുടങ്ങുന്നത്. ഗ്യാസ് ഇല്ല എന്നുള്ളതായിരുന്നു സമരം വിളിയുടെ മെയിൻ പരിപാടി. ആൻഡ് ബിഗ് ബോസിന്റെ ഉദാര മനസ്കത കാരണം 1050 പോയിന്റ് അല്ലേ ഇതുവരെ കുളമാക്കിയതിനൊക്കെ ഒരു എന്താ പറയുക കൺസിഡറേഷൻ എന്നുള്ള രീതിക്ക് 1050 പോയിന്റ് ഒരു ഡിബേറ്റ് വെച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഡിബേറ്റ് വെച്ച് കൊടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഡിബേറ്റ് എപ്പോഴും രസമാണ്. രണ്ടുപേരെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഹൗസിനെ തമ്മിൽ അടുപ്പിക്കാനുള്ള പരിപാടിയാണ്. അതെ, ഒരു മെയിൻ കണ്ടന്റ് ആണ് ഈ ബിഗ് ബോസ് ഡിബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആ ഡിബേറ്റ് ഭയങ്കര രസമായിരുന്നു. കാരണം എടുത്ത ഓരോരുത്തരെയും അവരുടെ ആ ഹൗസിനകത്തുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എലിമെന്റ് വെച്ചിട്ടുള്ള പരിപാടികളാണ് എടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലാദ്യം തന്നെ വന്നത് കലാഭവൻ സരികയും പിന്നെ നമ്മളെ നൂറയാണ് ഉണ്ടായിരുന്നത്. വരാനുള്ള റീസൺ വേറെ ഒന്നുമല്ല, ഹോട്ട് സീറ്റ്. ശാരിക അവിടെ ഹോട്ട് സീറ്റിൽ ഇരുത്തിയിട്ടാണ് കലാഭവൻ സരികയ്ക്ക് ഒരു കോണ്ടന്റ് കിട്ടിയത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയെന്ന് തന്നെ ഉള്ളൂ. അതിനെക്കുറിച്ച് ഇങ്ങനെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. കലാഭവൻ സരിക ഡിഡ് വെരി വെൽ. അവർ നന്നായിട്ട്, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, അവർ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. അവിടെ നൂറയ്ക്ക് അതൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നൂറയ്ക്ക് താല്പര്യമില്ലാത്ത പോലെ, കളിക്കാൻ ഒരു പേഴ്സണലി ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് നൂറ് അത് സത്യം. നൂറയ്ക്ക് ഒരു താല്പര്യമില്ല, അത് നൃത്തം നടത്താൻ താല്പര്യമില്ല നൂറയ്ക്ക്. നൂറ അപ്പുറത്ത് ഓൾറെഡി എന്താണ് വിട്ടുകൊടുത്ത പോലത്തെ ഒരു സാധനമാണ് നൂറ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അടിപൊളി നെവിനും ശൈത്യം എന്നാലും കുഴപ്പമില്ലാതെ പറഞ്ഞു അല്ലേ, മോശമില്ലാത്ത രീതിയിൽ ശൈത്യം പറഞ്ഞു. പക്ഷെ നിവിൻ ഡോമിനേറ്റ് ചെയ്തു ഇൻ ദ സെൻസ് നിവിൻ കൃത്യമായിട്ട് ട്രിഗർ ചെയ്തു. ശൈത്യനെ ട്രിഗർ ചെയ്ത ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരാൾ തള്ളിയാണ് പൊട്ടും. ആണ് ശൈത്യൻ്റെ ഒരു അവസ്ഥ. കാരണം ശൈത്യം ഓൾറെഡി അങ്ങനെ ട്രിഗറായി നിൽക്കാൻ കാരണം ഞാനൊന്നും ചെയ്യുന്നില്ല, അടുത്ത ആഴ്ച ഞാൻ പോകുന്നുള്ള പേടി കാരണം അനുമോളൊപ്പം കൂട്ടിയിട്ട് എന്തോ വലിയ പറ്റിയെന്നുള്ള കാരണം അതിങ്ങനെ മനസ്സിൽ കണ്ട് നടക്കുക. കൃത്യമായിട്ട് നിവിൻ അത് കുത്തി നോവിക്കാൻ പറ്റി. അതെ, സംഗതി നിവിൻ അനുമോക്കിട്ട് കുത്തിയതാണെങ്കിൽ കൊണ്ടത് ഡബിൾ ഇമ്പാക്ട് അല്ല, ഡയറക്റ്റ് ആയിട്ട് അനുമോക്ക് കുത്തിയതാണ്. പക്ഷെ അത് നെഞ്ചത്ത് 2 ശവപ്പെട്ടിയിൽ 2 ആണി ആർക്ക് കയറി, ഇവിടെ ശൈത്യക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതില് നെവിൻ നന്നായിട്ട് പെർഫോം ചെയ്തല്ലേ. നല്ല ബുദ്ധിയുള്ള ഒരാളാണ് സത്യം പറഞ്ഞാല്. നിവിൻ എന്താ പറയുക, നിവിൻ ഒരു എന്റർടൈനർ ആണ്, ബുദ്ധിയുണ്ട്, പക്ഷെ ചില സമയത്ത് വെറുപ്പിക്കലുമാണ്. അപ്പൊ അങ്ങനെ ശൈത്യ പൊട്ടി, അങ്ങനെ നെവിൻ ജയിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അബി അക്ബറിന്റെ കേസിൽ ഗ്രൂപ്പിസത്തിന്റെ സാധനമാണ്. അബി എവിടെ തുടങ്ങി എങ്ങോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഇല്ല. അബി എന്തോ അബി പറഞ്ഞൊരു ക്ലാരിറ്റിയും എനിക്ക് പേഴ്സണലി കിട്ടിയില്ല. അബി തുടങ്ങി ഈ പറഞ്ഞ ഒറ്റയ്ക്ക് കളിച്ചിട്ട് വരും. ഇത് സ്വന്തം കാര്യമാണ് പറയുന്നത്. പക്ഷെ അവിടെ പറഞ്ഞ ടോപ്പിക് എന്താ, ഗ്രൂപ്പിസം ഓർ സിംഗിൾ ഗെയിം. അപ്പൊ അത് സ്വന്തം തലയ്ക്ക് എടുത്തു കൊടുന്ന് വെക്കേണ്ട കാര്യമില്ല. സിംഗിൾ ആയിട്ട് കളിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ളത് അതിന്റെ പോസിറ്റീവ്സ് ആണ് പറഞ്ഞു കൊടുത്താൽ മതി. ഇത് ഈ രണ്ടാമത് വർത്താനം പറയുന്നത്, അത് ശാരിക പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് വർത്താനം പറയുന്ന ആൾക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്നുള്ളത് ശരിയാണ്. കാരണം അവിക്ക് പാളിപ്പോയ പോയിന്റിൽ പിടിച്ചിട്ട് അക്ബർ എന്ത് ചെയ്തു, കയറി സ്കോർ ചെയ്തത്. അക്ബർ നന്നായിട്ട് പറഞ്ഞു. അക്ബറിന് തന്നെ അവരെന്ത് ചെയ്തു, അവിടെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അക്ബറിനെ. അക്ബറും നമ്മുടെ അബിയും കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ശാരികയും ഒനീലുമാണ്. ശാരിക സംസാരമാണ്, ശാരികയുടെ വെർബൽ കപ്പാസിറ്റിയാണ് ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള സംഗതി. അല്ലാതെ ശാരികയ്ക്ക് ആ വീട്ടിലൊന്നും ചെയ്യാനില്ല. ഓക്കെ, വേറെ ഒരു കോണ്ടന്റും ശാരികയ്ക്കില്ല, വെർബൽ സ്പീച്ച് ആൻഡ് കപ്പാസിറ്റി മാത്രം. ഈ ടാസ്കിൽ ശാരിക പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശാരികയ്ക്ക് പെട്ടിയെടുത്ത് പോരാന്നുള്ളത്. ഒന്നും പറഞ്ഞില്ല. ശാരിക ലിറ്ററലി അവിടെ ഇരുന്നിട്ട് കുറെ വള ബബ്ബ അടിച്ചിട്ട് പോരും. കാരണം ശാരികയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ശാരിക പുറത്തു പോകാനുള്ള റീസൺ ആയിട്ട് ബാക്കിയുള്ള തലയിൽ കുറ്റിട്ടിട്ട് ശാരികയ്ക്ക് എന്ത് ചെയ്യായിരുന്നു, ആ സാധനം പറഞ്ഞ് അങ്ങനെയല്ല, കുറച്ചും കൂടി കട്ടന്ന് ആക്രമിക്കുക, അനീഷിനെ ആക്രമിക്കുന്നു. ഒനീൽ എന്താ ചെയ്തേ, അനീഷിനെ തലയിൽ കൊണ്ടുപോയിട്ടുള്ള സാധനം അത് ശാരികയ്ക്കും ചെയ്യായിരുന്നു. അതായത് എന്നെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷിന് വേണമെങ്കിൽ അപ്പുറത്ത് 2 കോയിൻ എടുത്തിട്ട് 2 ആളെ പുറത്താക്കി എന്നെ ഇതാക്കായിരുന്നു. അങ്ങനെ പല രീതിയിൽ എന്റെ ഗെയിം കൊണ്ടല്ല എന്നുള്ള സംഗതി വേണമെന്നുണ്ടെങ്കിൽ പറയായിരുന്നു. ശാരിക ഒരു കോപ്പും പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് സ്കോർ ചെയ്താണ്. നല്ല രസമായിരുന്നു സംസാരം കേൾക്കാൻ. എന്താ പറയാ, അത് നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് സംസാരിക്കാൻ വരുമ്പോ ആദ്യം പറഞ്ഞ ആളുടെ കുറവുകൾ മനസ്സിലായിട്ട് സെക്കൻഡ് സംസാരിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കാര്യം ഒനീൽ കൃത്യമായിട്ട് ആ ടാസ്കിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് വളരെ വൃത്തിയായിട്ട് ഒനീൽ ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മുടെ ആ ടാസ്ക് റിപ്പീറ്റ് ചെയ്ത സമയത്താണ്
രേണുസുതി ബിന്നി രേണുസുതി വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ബിന്നിക്ക് മലയാളം ഭയങ്കര സീനാണ്. എനിക്ക് ആ വീട്ടില് ആര്യനും ഗിസയിലും ഉള്ള അവരുടെ മലയാളം മനസ്സിലാവുന്നുണ്ട്, ബിന്നിയുടെ മനസ്സിലാവണില്ല. പിന്നെ എനിക്കറിയില്ല മലയാളിയാണോ എന്താന്ന് എനിക്ക് എബ്രോഡ് പഠിച്ചതാണോ എന്ന് എനിക്കറിയില്ല. കുളിക്കാന്നല്ല എന്നെ കുലിക്കാന്നൊക്കെ എനിക്ക് പറയുന്നത്. ചിലപ്പോ അവർക്ക് ആ വായന്റെ അകത്ത് ഈ ഡെന്റിന്റെ പ്രശ്നങ്ങൾ കാണും ചിലപ്പോ. മലയാളം പറയുമ്പോ അങ്ങനത്തെ സീനാണോ എനിക്ക് അറിയാൻ പറ്റില്ല. ഇംഗ്ലീഷ് പറയുമ്പോഴൊക്കെ പ്രൊനൗൺസിയേഷൻ കുറച്ചൊരു അല്ലേ മാറ്റുള്ള പോലെ എനിക്ക് പിന്നീട് ഫീൽ ചെയ്തിട്ടുണ്ട്. വാക്കുകളൊന്നും കറക്റ്റ് മനസ്സിലാവില്ല, അക്ഷരങ്ങൾ അങ്ങനെ മലയാളം പിന്നെ കുറച്ച് കട്ടി കൂടി ആയതുകൊണ്ട്. പിന്നെ എബ്രോഡ് പഠിച്ചോ എനിക്കറിയില്ല, ചൈന അങ്ങനെ എന്തൊക്കെയോ ചൈനയിലാണ് ഡോക്ടർ ആയി പഠിച്ചത്. ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്താണെങ്കിലും മലയാളം നാച്ചുറൽ ആണ്, ഉണ്ടാക്കി പറയല്ല, നാച്ചുറൽ ആയിട്ടുള്ള സംഭവം തന്നെ. എന്തായാലും ബിന്നിന്റെ അത് ഭയങ്കര വലിയ ഫ്ലോ ആണ്. ബിന്നി ആ ഒരൊറ്റ കാര്യം കൊണ്ട് ബിന്നി പറഞ്ഞ ഒന്നും കണക്ട് ആവണില്ല. അവിടെ നമ്മൾ ആര് കയറി അടിച്ചു അവസാനം പറഞ്ഞ സാധനം അത് കൈയടിച്ചു, അത് നല്ല കൈയടിയായിരുന്നു. അതായത് അങ്ങനെയല്ല, കുളിക്കാൻ വെള്ളമില്ല കരുതിയിട്ട് നമ്മൾ കുറച്ചിട്ടപ്പോ ശുചിത്വം മാറ്റി വെക്കണം. അപ്പൊ സാഹചര്യം ശുചിത്വം കറക്റ്റ് ചെയ്യുമല്ലോ. അതിന്റെ ഇടയ്ക്ക് പയ്യനെ കുറിച്ചാണ് ഫുള്ള്. കുളിക്കാൻ വെള്ളമില്ല, കുളത്ത് ചാടാൻ നീന്തലും അറിയില്ല, പിന്നെ വെള്ളം കാത്തിരിക്കുന്ന പോലെ. അത് നല്ല കൈയടി ഉണ്ടായിരുന്നു. പക്ഷെ രസമുണ്ടായിരുന്നു. പെയിന്റിന്റെ കാര്യം വേറെയാണ്, അതൊന്നും എഴുതാൻ നോക്കി. പക്ഷെ അതൊക്കെ പൊട്ടിപ്പൊളി ഐറ്റംസ് ആയതുകൊണ്ട് അത് നിന്നില്ല. പക്ഷെ ബിന്നി ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് കഴിച്ചിലായി പോയി എന്നുള്ളേ പറയാനുള്ളൂ. പിന്നെ വന്നത് അനുമോളും റെനയായിരുന്നു. റെന ആൻഡ് അനുമോൾ. റെന അനുമോളിലും അനുമോൾ സ്റ്റിൽ ആ സാധനം പിടിച്ചോണ്ട് ഏത് കുല. അല്ല, അനുമോള് പറഞ്ഞത് തെറ്റാന്ന് പറയുന്നില്ല. കാരണം അനുമോള് നമ്മൾ ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ അങ്ങനെ തന്നെ നമ്മള് പഠിച്ച സാധനം തന്നെയാണ് അനുമോള് പറയുന്നത്. പക്ഷെ നമ്മൾ ആ സമയത്ത് പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. കാര്യം പറയാം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരുപാടുണ്ട്. പേഴ്സണൽ ലൈഫിൽ നമ്മളെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പഠനം. വീട്ടുകാർ ഇങ്ങനെ പഠിപ്പിച്ചു തരും, എന്ത് ബഹുമാനിക്കണം, ഈ ബഹുമാനിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് ബഹുമാനമല്ലാതെ അങ്ങോട്ട് കുമ്പിട്ടിട്ട് കാര്യം ഉണ്ടാവും. അതാണ് റെന ഫാത്തിമ പറഞ്ഞത് മെയിൻ പോയിന്റ്. അതായത് റെസ്പെക്ട് എന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ആണെങ്കിലും ഇതിൽ ഗിവ് മാത്രമേ നടക്കുള്ളൂ, ടേക്ക് കിട്ടണില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് പിന്നെ നമ്മളെ ആക്ടുകൾക്ക്, നമ്മളെ പ്രവർത്തികൾക്കാണ് നമുക്ക് എന്ത് കിട്ടണ്ടേ? റെസ്പെക്ട് കിട്ടണ്ടേ, അല്ലേ? ഇതൊരു പ്രവൃത്തിയും ചെയ്യാതെ ഞാൻ വയസ്സിന് മൂത്താണ് എനിക്ക് റെസ്പെക്ട് വേണമെന്ന് പറഞ്ഞിട്ട് പോയി എന്ത് കാര്യമുണ്ടോ? അത് നടക്കില്ല. അത് അനുമോൾ സ്റ്റിൽ ആ സാധനത്തിൽ പിടിച്ചു. റെന അവിടെ സ്കോർ ചെയ്തു. റെനയ്ക്ക് വീണ്ടും റെന ജയിച്ചതായിട്ട് സമ്മതിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പാനി ശരത്തും ഷാനവാസും ഇവരാണ് കോമഡി. പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുക എന്നുള്ള രീതിക്കാണ് രണ്ടുപേരും സംസാരിച്ചു തുടങ്ങിയത്. എനിക്കതാ തോന്നിയത്. പേഴ്സണൽ ഗ്രഡ്ജിനുപരി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് അപ്പാനി ശരത്തിന് കുറെ കാര്യം ആരോട് പറയേണ്ടിയിരുന്നു, ഷാനവാസിനോട് പറയേണ്ടിയിരുന്നു. അത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട്, ഇന്ന ഡയറക്റ്റ് ആയിട്ട് ആ ടാസ്കിലൂടെ ശരത്ത് ഷാനവാസിനോട് പറയുന്നു, ഷാനവാസ് ശരത്തിനോട് പറയുന്നു. വീട്ടിലുള്ള പൊട്ടന്മാരെ ഇവർ രണ്ടുപേരും തമ്മിൽ പുറത്തുനിന്ന് നല്ല ബന്ധമാണ്, ഇവർ തമ്മിലുള്ള പ്ലാനിങ് ഗെയിം ആവാൻ ഇത് എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി. അങ്ങനെ ആവാലോ, ഇവർ തമ്മിൽ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ലിസ്റ്റിൽ പേര് കണ്ടപ്പോൾ വിളിച്ച് സംസാരിച്ചിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് അങ്ങനെ ആവാലോ ഈ സംഗതി. എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട്. അല്ലാതെ ഒറ്റയടിക്ക്. പിന്നെ ഷാനവാസ് കളിക്കുന്ന ഗെയിം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒന്നാം തരം തേർഡ് റേറ്റ് ചണ്ടി ഗെയിമാണ് ഈ അപ്പാനീൻ്റെ സാധനമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ഒരു എന്താ പറയുക വൃത്തികെട്ട സാധനത്തിനോടും ഷാനവാസ്, അല്ലാത്തേക്ക് ഷാനവാസ് ഓക്കെ ഗെയിം. പക്ഷെ ഇങ്ങനത്തെ വൃത്തികെട്ട സാധനങ്ങൾ എടുത്ത് കളിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പും ഇല്ല. ഓക്കെ, അത് വളരെ മോശം പരിപാടിയാണ് അത് ചെയ്യുന്നത്. നോ. അപ്പൊ അതേ സാധനം തന്നെ ഇവിടെ അടിച്ചു. ഈ വർത്താനത്തിന്റെ ഇടയിലും ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ എനിക്ക് അങ്ങനെ അറിയില്ല ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശരത്തിനെ ഒരുമാതിരി എന്താ പറയാ ഡിഫെൻസീവില് നിർത്തുന്ന പോലത്തെ സാധനം അടിച്ചു. ശരത്തിന് കുറച്ച് പെട്ട അവസ്ഥയാണ് എന്തായാലും ഷാനവാസിന് മുന്നിൽ പോയ സമയത്തുണ്ടാവുന്നത്. അതെ, അപ്പൊ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ലാസ്റ്റ് പണിപ്പുര ടാസ്കിൽ ശരത്തിനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം ശരത്ത് ഇനിയിപ്പോ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഷാനവാസിന് പൊട്ടി, അനീഷ കളിച്ചു പറഞ്ഞിട്ട് ശരത്തിനെ വിട്ട് ഒന്നില്ലേ, അല്ലല്ല ശരത്തിനെ വിട്ട്, പനി ശരത്തിനെ വിട്ട്. പിന്നെ അതിനുശേഷം വീണ്ടും അടിയാണ്, ആര് പോണം എന്നുള്ള. അവിടെ നിന്നിട്ട് ശരത്ത് അക്ബർ കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും എന്തൊക്കെയോ കാട്ടുണ്ട്. പക്ഷെ അവർ ഭയങ്കര ടീമാണ്. എന്തായാലും ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്, ശരത്ത് അക്ബർ, അപ്പുറത്ത് അഭിലാഷ്, ഒനീല്, ഷാനവാസ്. ഇവർ രണ്ടുപേരാണ് ഭയങ്കര മത്സരം എന്തായാലും. പിന്നെ അത് കഴിഞ്ഞിട്ട് എഗെയിൻ വീണ്ടും അടുത്ത ടാസ്ക് വന്നിരിക്കുകയാണ്, കുടുക്കുത്തൽ ടാസ്ക്. രണ്ട് ടീമായി തിരിഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ 100-150 കൂട്ടി തന്നിട്ട് ആ പിറ്റിൽ നിങ്ങൾ കുത്തി വെക്കണം. ഫിസിക്കൽ ടാസ്ക് ആണ്. ഫിസിക്കൽ ടാസ്ക് അവർ ഭയങ്കര ഫിസിക്കലായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ലൈവിലൊക്കെ കാണേണ്ടത് ഇട്ട് തെറും ആട്ടിയും കൂത്തും ആകെ മൊത്തം സീനും വിഷയമൊക്കെ ആക്കിയിട്ടാണ് സാധനം. ഇടയിൽ 100ക്ക് ശ്വാസം പോയി, അങ്ങനെ പല ഐറ്റവും നടന്നിട്ടുണ്ട്. അതിനിടയിൽ
കാരണം ലൈവിൽ തന്നെ ഇത് കുറേ നേരം ഉണ്ടായിരുന്നു. ആകെ പുക, ആരൊക്കെയോ കിടക്കുന്നുണ്ട് അവിടെ, ആരൊക്കെയോ നീച്ചു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഷാനവാസിനെ അക്ബർ എടുത്ത് എറിയുന്നുണ്ട്, ഷാനവാസ് കുറച്ചുണ്ട് മണ്ണ് വാരി എറിയുന്നുണ്ട്, എന്തൊക്കെയോ. അതായത് മൃഗങ്ങളെ പോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും അത്രയും എഫേർട്ട് ഇട്ടിട്ട് ആ ടാസ്ക് വരെ അവിടെ ഭയങ്കര പേഴ്സണലി എല്ലാവരും എടുത്തിട്ടാണ് എല്ലാ ഗെയിമൊക്കെ കളിക്കുന്നത്. എല്ലാം തുടക്കമായതുകൊണ്ടാണ് ഒരു കുറച്ചൊരു ടൈമാണ് കഴിഞ്ഞാൽ നിൽക്കും. ഇതിപ്പോ തുടക്ക സമയത്തോടെ എല്ലാവർക്കും പെർഫോം ചെയ്യണം എന്നുള്ള വാശിയുണ്ട് ആണ് ആ സാധനം ഉണ്ടായത്. അവിടെ പക്ഷെ ഗിസൈലിന്റെ സ്ട്രെങ്ത് ഉണ്ടാവും നിന്ന് വേൻ. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചെങ്കിലും ഗിസൈല് പിടിച്ച പിടി. ഗിസൈലും എനിക്ക് തോന്നുന്നത്, ഗിസൈൽ മാത്രല്ല ഇവളും തോന്നുന്നുണ്ട്, ആദിലും നൂറിയും രണ്ടുപേരും ഉണ്ട്, അറിഞ്ഞിട്ടില്ല. പിന്നെ അനുമോളെ കാഞ്ഞ ബുദ്ധി, അനുമോൾ അത് ഡ്രസ്സിന്റെ ഇടയിൽ കൊണ്ടുപോയി അനുമോൾ ഒരു സൈഡിൽ കൂടി ആ സാധനം കുത്തി അനുമോളിൽ അതിനുള്ള കിട്ടി. ശാരികയും ആദിലും കൂടി പരിപാടി. അതെ, ശാരിക ആദിലല്ല, അതിനിടയിൽ ഈ ഷാനവാസിനെ എങ്ങാണ്ട് ചവിട്ടി, ആരെയും കയറി ചവിട്ടി. ആ വലിച്ചെറിന്റെ ഇടയിൽ ചവിട്ടും കുത്തൊക്കെ കിട്ടും. പക്ഷെ അതിന് മനഃപൂർവ്വം ഒരാളെ മേത്തേക്ക് മണ്ണ് വലിച്ചെറിയാന്ന് കണ്ണ് മാത്രമാണോ? കണ്ണിക്ക് വീണ്, കണ്ണിൽ ഗ്ലാസ് ഉണ്ട്, അതിന്റെ കുറെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ പോരാന്ന് ചെവിയിലൊക്കെ പോലും, ചെവിയിൽ വായിലൊക്കെ ഈ സാധനം പോലും. അത് ഇവിടെയൊക്കെയാണ് ഷാനവാസിന് എന്താ പറയുക, എന്തെങ്കിലും ഷാനവാസിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത ഷാനവാസിന് പേഴ്സണലി ഇത് എടുത്ത് ഭയങ്കര ഗ്രഡ്ജ് വെച്ചിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു തരം സ്വഭാവം ഷാനവാസിനുണ്ട്. അത് ഷാനവാസിന് അത്ര നല്ലതല്ല. കാരണം അത് തിരിച്ചെപ്പോൾ വേണേ എന്ത് ചെയ്യും, ആ സാധനം പണി കിട്ടാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ടാസ്കിനിടയിൽ വലിച്ചേറും എടുത്തേറും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ നിവിന്റെ ടീം, നിവിന്റെയും നമ്മളെ ടീം അവര് ജയിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇന്നത്തെ മെയിൻ കണ്ടന്റ്, പ്രൊമോയിൽ കണ്ട സാധനം, ഒരു ചിരി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. ശൈത്യ സ്റ്റോറി പറയാൻ തുടങ്ങുന്ന ലൈവില് കണ്ടവർക്ക് അറിയാം, എപ്പിസോഡ് കണ്ടവർക്ക് അതിന്റെ ഒരു ഗ്ലിംസ് കിട്ടിയിട്ടുണ്ട്. ആരും ചിരിക്കരുത്, ടു ബി ഓണസ്റ്റ്, ആരും ചിരിക്കുക. അല്ലാതെ ആര്യൻ ഈ പറയുന്ന മറ്റേ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡും കഴിഞ്ഞൊരു എപ്പിസോഡ് കൊണ്ടും ഞാൻ പറയാലോ, ആര്യൻ്റെ പല കാര്യങ്ങളും അട്ടർ ഫേക്കാണ്. പിന്നെ ആര്യൻ ഓവർ ജീനിയസ് ആവാൻ വേണ്ടി നോക്കുന്നുണ്ട് പല സമയത്തും. പിന്നെ ആര്യം പറയുന്ന ഇന്നലെ റിലീജിയൻ എടുത്തിട്ട് ഇന്ന് എന്തോ ഒരു എന്താ പറയാ റിഫ്ലക്സ് ആക്ഷൻ, അത്ര എന്ത് റിഫ്ലക്സ് ആണ്, ഇമോഷണൽ ബൂസ്റ്റ്. അതായത് വേദനിക്കുമ്പോൾ ചിരിക്കുക, ചിരി വരുമ്പോൾ കരയുക, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ആര്യനുണ്ട്. അത് എപ്പോഴും ഒരു മനുഷ്യന് വരുന്ന ഒരു മനുഷ്യൻ അണ്ടർ ഇമോഷൻ ആവുമ്പോൾ അവിടെ ശൈത്യാണ്. പിന്നെ പറഞ്ഞ കറക്റ്റ് ആണ്, അവിടെ ശൈത്യാണ് അവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ആര്യന് എന്ത് ഇമോഷണൽ ബൂസ്റ്റ് വരാൻ, അടി കൂടി വല്ല ബൂസ്റ്റും പോകും. അല്ലാതെ സൈക്കോളജിസ്റ്റിനെ കാണിക്കണ പറഞ്ഞു പിന്നെ ഊക്കി വിട്ടതാ, സൈക്കോളജിസ്റ്റിനെ കാണിച്ചോന്ന് പറഞ്ഞിട്ട്. അതാണ് ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ് ആര്യന്. കാരണം സങ്കടം വരുമ്പോൾ വല്ലവരും വല്ല കത്തി കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരിക്കും, അല്ല ഇനി ചിരിക്കേണ്ട അവസ്ഥ വരുമ്പോൾ കരയേണ്ടതൊക്കെ ആണെങ്കിൽ ആണെന്ന് ആര്യനുള്ളത്. ആര്യൻ ചിരി തുടങ്ങി, ബാക്കിയുള്ളവരൊപ്പം ചിരിച്ചതിന് ഈ അഭിലാഷും ഒനീലും കൂടി പോയിട്ട്, ഈ അഭിലാഷിനും ഒനീലിനും എന്താ പറയുക, റെനാ ഫാത്തിമ പറഞ്ഞ ഫ്രീ ടാർഗറ്റാ. അഭിലാഷ് കൊണ്ട് ചാർജ് ചെയ്തിട്ട് ആരെടുത്ത് പോയി, അതാ വയസ്സിന്റെ ചാർജ് ചെയ്ത് മറ്റവന്റെ അടുത്ത് പോയി, ആര്യന്റെ അടുത്ത് പോയി. ആര് ചെരുപ്പ് എടുത്തത് ഞാൻ പറയില്ല, അത് കറക്റ്റ് പ്രോപ്പർ ഫിസിക്കൽ സാധനമാണത്. അത് മേത്ത് കൊണ്ടാ ആരും പുറത്താ. ഇങ്ങനത്തെ കുറെ ഐറ്റം ആ വീട്ടിൽ നടക്കുന്നുണ്ട്. ലാലേട്ടൻ ഈ പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ ആ വീടിന്റെ ബാക്കിയുള്ള സെക്യൂരിറ്റിക്ക് നോക്കണ്ടേ ഇല്ലേ? തലനെടുത്ത് വലിച്ചെറിയണു, കസാല എടുത്ത് അടിക്കാൻ പോണു. എടേ ഇവന്മാർ, ഞാൻ സത്യം പറയാം, ഞങ്ങളെ സീസണിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇവർ എനിക്ക് തോന്നുന്ന ഒരു തരം ടോർച്ചർ സിറ്റുവേഷനിൽ അവർ പോകണമെന്നുണ്ട്. ഫുഡും ഇല്ല, ഡ്രസ്സും ഇല്ല, അതായത് സാറ്റിസ്ഫൈ ആവാൻ ഒന്നുമില്ല. ആ വീട്ടിനകത്ത് അറ്റ്ലീസ്റ്റ് ഞങ്ങളെ ഡ്രസ്സും ഞങ്ങൾക്ക് ബാക്കി പരിപാടികളും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇവർ സാറ്റിസ്ഫൈഡ് അല്ലോ ഒന്നിനും. ഇവർ ഒരുമാതിരി എക്സ്പെരിമെന്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര, എനിക്ക് ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ സിറ്റുവേഷനകത്ത് ആരെങ്കിലും പൊട്ടിപ്പോകാതിരിക്കില്ല. കാരണം കണ്ടന്റും പിടിക്കണം, ഇത് ചെയ്യും വേണം, ആരാര് കയറിപ്പോകുന്നു അറിയില്ല, ഇനി പുറത്താവുമെന്ന് അറിയില്ല. ഈ ഒരു സാധനത്തിനകത്ത്, ഈ പ്രഷർ കുക്കറിനകത്ത് അവർ നിൽക്കുന്നത്. പക്ഷെ അവിടെ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കണം. ഞാൻ സീരിയസ് ആയിട്ട് പറയും, ഞങ്ങളെ സീസണിലൊക്കെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ സ്പോട്ടിന് നിന്ന് വാണിംഗ് അടിക്കരുത്. പറയുന്നതിന് വാണിംഗ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഇവിടെ എന്തൊക്കെയാ റെനാ ഫാത്തിമേനെ ആ ഒനിയിലും മറ്റേ ഇവനും കൂടി വിളിച്ചത്, അബിയും കൂടി വിളിച്ചത്. ഇതൊക്കെ നെഗാവും എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവണില്ല. ഇവരെ വിചാരം അങ്ങോട്ട് ആ മാസാവും വിചാരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഒനിയില് റെനീനെ പറ്റില്ല. കാരണം ആ ഏജിനില്
ഇത്ര ചെറിയ ഏജിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോ ആദ്യം മുതലേ ഒനീല് റെന ആദ്യം ഒനീലിനെ കയറി ചൊല്ലുന്ന മുതലുള്ള ഗ്രഡ്ജ്. അതെ ഒനീലിന്റെ മൈൻഡിൽ ഇതാണ്, ചെറിയൊരു പെണ്ണ് എന്നെ പറയാൻ മാത്രമായോ എന്നുള്ള ചിന്തയാണ് ഒനീലിന്. അത് ഫുള്ളുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് ആ പുല്ല് മറ്റത് മറിച്ചത് ആന ചേന മാട പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ആ എന്തൊക്കെ വൃത്തിയാടാ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാണ്. അതൊക്കെ എന്താ പറയുക, ഇവർക്ക് അട്ടർ നെഗ് അടിക്കും രണ്ടുപേരും. അല്ലെങ്കിൽ അബിയും ഒനീലും നെഗിന്റെ എക്സ്ട്രീം എൻഡ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് രണ്ടാളെ കാര്യവും പോക്കാണ്. ഒന്നാമത് ഈ പറഞ്ഞ ആ കോമ്പോനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഷാനവാസ് കള്ളനാണ്. ഏത് ഒനീൽ അബി ഷാനവാസ് സ്ഥാനത്ത് ഷാനവാസ് സ്വന്തം ഗെയിമാണ് കളിക്കണേ, ഇവരെ വെച്ച് ഗെയിം കളിപ്പിക്കുവാണ്. ഇതിലൊന്നും അറിയാതെ അബി പോയിട്ട് ഒനീലിന് ഷാനവാസിന്റെ മൗത്ത് പീസ് ആവുകയാണ്. അബി അതാണ് എന്താ, അബിക്ക് സ്വന്തമല്ല, അബി അവർക്ക് വേണ്ടി സംസാരിക്കും, അവർക്ക് വേണ്ടി കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അബി അതിനിടയിൽ. ഒനീലിന് പിന്നെ ഒരു ഐഡിയ ഇല്ല, ഒനീലിന് കണ്ടന്റ് പിടിക്കാറുള്ള റെന ഫാത്തിമ മാത്രമാണ്, വേറെ ഒന്നും നോക്കണില്ല. കാരണം അവിടെ ചിരിച്ചതാരാ? ആര്യൻ ആ ചെരുപ്പൂരി വലിച്ചെറിഞ്ഞോട് കൂടിയിട്ട് ആര്യ അളിയാന്ന് പറഞ്ഞിട്ട് ഇവന്മാര് പേടിച്ചിട്ടും ഇങ്ങോട്ട് പോകും. റെന ഫാത്തിമന്റെ അതിനകത്ത് കയറും. അവിടെ ശരിക്കും ചൂടാവേണ്ട ആരോടാ? ആര്യനോട്. പിന്നെ അത് മാത്രല്ല, അപ്പാനി ഏത് കള്ളൻ, അപ്പാനി ഒപ്പം ചിരിച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പാനിയോട് ആരും ഇനി അപ്പാനിയും പോട്ടെ, ഇവര് കലാഭവൻ സരിക പറഞ്ഞ എക്സ്പ്ലനേഷൻ കേട്ടോ. നമ്മൾ ഒരാളെ സ്റ്റോറി, ഞാൻ ഒരു കാര്യം പറയാം, സ്റ്റോറിയാണ് ഏറ്റവും അവിടുത്തെ സ്ലീപ്പിംഗ് പിൽസ്. ഒരാളെ കഥ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വന്ന് നമ്മളൊരു സൈഡ് ആവുന്ന പരിപാടിയാണ് ഈ കഥ പറയുന്ന പരിപാടി. ഞാൻ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വട്ടം നമ്മളെ ഇവരുടെ കഥേൻ്റെ ഇടയിൽ റസ്മിൻ ബായിന്റെ കഥ പറയുകയാണ്. റസ്മിൻ ബായും എനിക്കൊന്ന് വീട്ടുകാരും ഉണ്ട് റസ്മിൻ ബായി. ഞാൻ ഉറങ്ങി പോയി, വിളിച്ചിനേൽപ്പിച്ച്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനുള്ള കാര്യം പറയാം, നമുക്കൊരു കഥ കേൾക്കുമ്പോൾ എല്ലാ കഥ കേട്ടാലും നമുക്ക് കരയണം എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാ കഥ കേൾക്കുമ്പോഴും നമുക്ക് ഒരു ഇമോഷൻ പുറത്ത് കാണിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചിരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ബേസിക് മാന്യതയാണ്, അല്ലേ? അതൊരു ബേസിക് മാന്യതയാണ്. പക്ഷെ ഇതിലിപ്പോ ആര്യൻ ഓന്റെ ഏതോ പ്രത്യേക ലാബിൽ നിന്ന് കണ്ടുപിടിച്ച എന്തൊരു പുതിയ അസുഖമായിട്ട് വന്നിരിക്കുകയാണ്, ഇമോഷണൽ ബേസ്റ്റ്. അത് ഗിസയിലും കണ്ടിട്ടുണ്ട്, ഗിസയിൽ കൃത്യമായി കണ്ടിട്ടുണ്ട് ആര്യം ചിരിക്കുന്നത്. പക്ഷെ അവർ അങ്ങോട്ട് കണ്ട് മച്ചാമച്ചി ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് വിട്ടതാണ്. പക്ഷെ അവിടെ അപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, എന്തിനാ റെനേന്റെ നെഞ്ഞത്ത് കയറണേ? കലാഭവൻ സരിക കൊടുത്ത എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ പിറ്റി എക്സ്പ്ലനേഷൻ ആണ്. ഇത് അപ്പുറത്തിരിക്കണോ ചിരിച്ചപ്പോ ഞാനോട് ചിരിച്ചു പോയി. അവര് വളരെ സിമ്പിൾ ആണ്, അവരുടെ സ്ട്രീറ്റ് സ്മാർട്ട് സാധനം അവിടെയാണ് അടിച്ചാര്. ഈ കലാഭവൻ സരിക പല സമയത്തും ഞാൻ നോക്കിയിട്ടുണ്ട്, വെരി ബേസിക് സ്ട്രീറ്റ് സ്മാർട്ട് ലെവൽ സാധനങ്ങളില്ലേ, അത് വളരെ നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ. എന്തപ്പോ ഞാൻ ചിരിക്കുന്നപ്പോ ഞാൻ ചിരിച്ചു, ഇത്രേ ഉള്ളൂ. അത് എക്സ്പ്ലനേഷൻ ആണ്. അതിന് കൺവിൻസ്ഡ് ആയി ഇവര് പോയി. ഓവറായിട്ട് അവരെന്ത് ചെയ്തില്ല, ഒന്നും വേറെ ഒന്നും പറയാൻ നിന്നില്ല. അതോടുകൂടിയിട്ട് അവരെ കൊണ്ട് ഒഴിവാക്കിയിട്ട് വീണ്ടും ആരെ നെഞ്ഞത്തേക്ക് പോയി, ഈ പറഞ്ഞ റെനയുടെ നെഞ്ഞത്തേക്ക് പോയി. അവിടെ അപ്പാനി ചേർത്ത് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പാനി ഒരു കൂട്ടത്തിൽ ഇവര് അക്ബർ ഷാനവാസിന് തോന്നുന്നുണ്ട്, ഷാനവാസാണ് അതന്നെ നോക്കിയിരിക്കുക. പക്ഷെ ആദ്യം ട്രിഗർ ചെയ്ത അഭിലാഷാണ്. ഷാനവാസ് എല്ലാം കണ്ടിട്ട് പിന്നെയാണ് ഷാനവാസ് ഉണ്ടാവുന്നത്. അഭിലാഷിന് വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡില് എന്തിനാണ് ചിരിച്ചെന്ന് ചോദിച്ചിട്ടൊരു സാധനം അഭിലാഷ് ആരോട് ചോദിക്കുന്നുണ്ട്, മറ്റേ ആര്യനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സീൻ എന്താന്നുള്ളത് ലൈവില് കണ്ടവർക്ക് അറിയാം. ഞാനത് ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് എപ്പിസോഡിൽ ഉണ്ടായിരുന്നു, ആ സാധനം ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ ഇത് ഞാൻ പറയാം, വളരെ മോശം പരിപാടിയാണ്. ഇപ്പൊ കുടുംബ പ്രേക്ഷകരെ കാണിക്കാനാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മമാരും പെമ്മമാരും കുട്ടികളും കാണിക്കാനാണ് ബിഗ് ബോസ് ഷോ ദ മോസ്റ്റ് മെജോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി പോകുന്ന ഒരു ചെറിയ കുട്ടീനെ കണ്ടിട്ട് നീ ബോഡി പുല്ലേ, നിന്റെ പുല്ലേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മമാര് ഇരുന്നിട്ട്. വളരെ മോശം പരിപാടിയാണ് ആ കാണിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ വരുമ്പോ ഇതിനെന്താണ് അല്ലേ ഈ പറയുന്ന പരിപാടി എന്താണ് ചോദിക്കുക. ഇതൊരു ബേസിക് മാന്യതയാണ്. ഇപ്പൊ അതിനൊരു തെറിയും വിളിക്കുന്നുണ്ട്, തെറിയും വീപ്പടിച്ച് കുറെ തെറി പോകുന്നുണ്ടായിരുന്നു. കണ്ട കഴിഞ്ഞ സീസണിലും അല്ലെങ്കിൽ അതിന് മുന്നത്തെ സീസണിലും ലൈവിലാണ് തെറി വീപ്പടിച്ച് കുറെ. വീപ്പ് തെറി ഉണ്ടോ ലൈവില്? നമ്മൾ ഉണ്ടായിരുന്നില്ല, കട്ടായിന്ന് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയൊന്നും തെറികൾ ഉണ്ടായിരുന്നില്ല ഈ അടിച്ചു കളയാൻ മാത്രം. ഇത് ഒട്ടുക്കത്തെ തെറിയായി പോയത്. പിന്നെയാണ് അല്ല ഏറ്റവും ലാസ്റ്റ് അല്ലേ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇവര് പ്രതികരിച്ചു കേട്ടോ, നല്ല കാര്യമാണ്. ആദിലിന് പറയാം ആ കാര്യത്തിൽ പോയിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ചേട്ടാ ഇത്രയും മോശമായ രീതിയിൽ ആ കുട്ടീനെ പറയണെന്നുള്ളത്. ആർക്ക് റെനയ്ക്ക് വേണ്ടിയിട്ട് അത് അനുഭവം സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം. സത്യത്തിലുണ്ടല്ലോ ഒനീലിനെ ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതാണ്, എന്തൊക്കെയോ കുറെ ചെയ്യുന്നു വിചാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒനീല് പറയുന്ന ഡിബേറ്റിലുള്ള സംഭവം വെച്ചിട്ട് വർത്താനം പറഞ്ഞ് നല്ല സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒനീലിനെ സംബന്ധിച്ച് കൂടുതൽ അറ്റാക്കിംഗ് കൂടാണ് കൂടുതൽ. അറ്റാക്കല്ലോ ഒന്ന് പറഞ്ഞില്ല,
ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വായ വിട്ട് എന്തോ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസമായി എന്നാണ് വിചാരിക്കുന്നത്. അതാണ് രസം. ഇവര് സ്വന്തമായിട്ട് ചെയ്ത കാര്യം പറഞ്ഞിട്ട് പുറത്ത് ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ തന്നെ ചെയ്ത് പുറത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ അത് മാസാണോ ഊസാണോ എന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ ഇവര് പറയുന്ന സാധനങ്ങൾ നമ്മൾ ലൈവിലേ കാണുള്ളൂ. നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കൂല, നമുക്ക് തോന്നുന്നത് എന്താ തള്ളി കാണിക്കുന്നത്. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ അത് കാണിക്കും ചെയ്തു അവരാ ടീം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഷാനവാസ് തിരിച്ചാതിരിക്കുന്ന പാവകളായിട്ടാണ് ബാക്കി രണ്ടാളും നടക്കുന്നത്. അഭിജിത്ത് അല്ല സോറി അഭിലാഷാണ് ഏറ്റവും മുന്നിൽ വന്ന് കളിക്കുന്നത്. അതായത് ഒച്ചയും അവർക്ക് വേണ്ടി കളിക്കുകയാണ്. അതെ അഭിലാഷ് അവർക്ക് വേറൊന്നുമല്ല സംഗതി. അഭിലാഷിന് അറിയാൻ ചെയ്യാം ഒന്നിലും ഷാനവാസ് സപ്പോർട്ട് ഉണ്ടെന്നുള്ള സാധനം. എവിടെ സപ്പോർട്ട്? ഷാനവാസ് ഷാനവാസ് ഇല്ല, സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നലുണ്ട്. പക്ഷെ ഷാനവാസ് ഇല്ല, ഒന്നിൽ നിൽക്കും. അല്ല ഷാനവാസ് നിൽക്കുന്നില്ല. ഷാനവാസിന് ഇപ്പൊ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇത് ഈ അടുത്ത കാലത്തൊന്നും വീട്ടിൽ നിന്ന് ഞാൻ പോവില്ല, ഞാൻ കണ്ടന്റ് മേക്കറാണ്, ഞാനിവിടെ ഉണ്ടാവുന്നുള്ളത്. ഷാനവാസിന് നിർത്തിയായിട്ട് അറിയാം, ഇസൈലിന് നിർത്തിയായിട്ട് അറിയാം, അനുമോക്ക് നിർത്തിയായിട്ട് അറിയാം, ആര്യന് നിർത്തിയായിട്ട് അതറിയാം, ആദിലാനോറയ്ക്ക് അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ വിന്നിയും ആ സാധനം മനസ്സിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാരും അനീഷ്, ബാക്കി ടീംസ് ആണ് എന്ത് കലാഭവൻ സരിക, ശൈത്യ, റെന, ഒനീല്, അഭിലാഷ്, പിന്നെ ആരുള്ളത് ഇതിനകത്ത് രേണു കൂട്ടരേലല്ലോ കാണണ്ടേ. ശരത്ത് അല്ല അക്ബർ ശരത്തില് അക്ബറിന് ഓക്കെയാണ്. പേടിയുണ്ട്. ഇത്രയും ആൾക്കാർക്ക് പേടിച്ചിട്ടുമാണ്. ബാക്കിയുള്ളവർ പേടിക്കാതെ അവർക്കൊരു മനസ്സിൽ ഓൾറെഡി ആയി. അവർ നിൽക്കും കുറച്ച് ദിവസം എന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടി തുടങ്ങിയോണ്ട് പിന്നെ അവർ വേറെ ഒന്നുമില്ല. പിന്നെ നിവിൻ കപ്പടിച്ചു എന്നാണ് നിവിൻ പറയുന്നത് സ്വന്തമായിട്ട്. നിവിൻ ലാലേട്ടൻ ഇപ്പോഴേ കപ്പ് മേടിച്ചിട്ടുണ്ട്. നിവിൻ ആ മൂടാണ് അല്ലേ? പറയാൻ പറ്റില്ല, മാനിഫെസ്റ്റേഷനാണ്. നമ്മളിതൊക്കെ പറഞ്ഞ് ആൾക്കാർ ലാലേട്ടൻ കപ്പ് പിടിച്ചിട്ട് പറയാൻ പറ്റൂലേ. അപ്പൊ ഓക്കെ ഗൈസ്, ഇന്നത്തെ അല്ലേ എപ്പിസോഡിന്റെ പരിപാടികൾ തീർന്നിട്ടുണ്ട്. നാളെ മുതൽ ശക്തമായി ഇരുന്ന് ലൈവ് കാണാൻ ശ്രമിക്കാം. ഞങ്ങൾ ഭയങ്കര ട്രാവലിംഗ് ആയിരുന്നു അല്ലേ. കണ്ണ് കണ്ട നല്ല ഉറക്കം വരുന്നുണ്ട്. പൂവാറിലെ ആറ്റിക്കിടന്നു തുടങ്ങിയ സ്നേഹം, കൊഞ്ച് സ്നേഹം.